എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ സിമ്പിളായിട്ട് ആർക്കും ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു പഞ്ഞിയപ്പമാണ്. ഈ ഒരു അപ്പത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിതിലേക്ക് ഈസ്റ്റ്, സോഡാപ്പൊടി, ബേക്കിംഗ് പൗഡർ അങ്ങനെയുള്ള ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഒരു തരി പോലും മായം കലരാത്ത നല്ല പെർഫെക്റ്റ് പഞ്ഞിയപ്പമാണ്. ഈ ഒരു കൂട്ട് പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമാകുന്ന നല്ല സ്വാദിൽ തന്നെ അപ്പം എല്ലാവർക്കും തയ്യാറാക്കി എടുക്കാനും സാധിക്കും. അപ്പോൾ നോക്കിയാലോ എങ്ങനെയാണ് പഞ്ഞിയപ്പം വീടുകൾ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കാണാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. ഇനി നമുക്ക് പഞ്ഞിയപ്പം തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് 3 കപ്പ് അളവിലാണ് പച്ചരി എടുത്തിട്ടുള്ളത്. നമ്മുടെ വീട്ടിലെ നിത്യമുള്ള പച്ചരിയാണ്. ഇനിയിപ്പോൾ റേഷൻ പച്ചരി വെച്ചിട്ടും ഈ ഒരു പഞ്ഞിയപ്പം തയ്യാറാക്കാനും പറ്റും. അങ്ങനെ പച്ചരി നല്ല പോലെ വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി അരി ഒന്ന് കുതിർന്ന് വരാനായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ കൈവശം തേങ്ങാവെള്ളം ഉണ്ടെങ്കിൽ ഒരു അരക്കപ്പളവിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ തേങ്ങാവെള്ളം ഇല്ലെങ്കിൽ ഈ ഒരു കാര്യം അങ്ങ് സ്കിപ്പ് ചെയ്യാവുന്നതുമാണ്. ബാക്കിയുള്ള വെള്ളം കൂടെ ഒഴിച്ച് അരി കുതിർത്താൻ വെച്ചു കൊടുക്കുവാണ്. അരി കുതിർത്തുന്നതോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് അപ്പത്തിന്റെ മധുരത്തിന് ആവശ്യമായ 2 സ്പൂൺ പഞ്ചസാരയും ആവശ്യമായ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ട് കൂട്ടിയിളക്കി യോജിപ്പിച്ചു കൊടുക്കണം. ഈ ഒരു കാര്യങ്ങൾ ചേർത്ത് അരി വെള്ളത്തിൽ കുതിർത്തിയെടുക്കുമ്പോഴാണ് അരി പുളിച്ച് കിട്ടുന്നതും മാവ് നല്ല ഫ്ലഫി ആയിട്ട് നമുക്ക് കിട്ടുന്നതും. അതിനുശേഷം അരി ഒന്ന് കുതിർത്താൻ വെച്ചു കൊടുക്കാം. ഒരു 5 മണിക്കൂർ നേരമെങ്കിലും അരി കുതിർത്തിയെടുക്കണം. അരി കുതിർന്ന് വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. 5 മണിക്കൂറിന് ശേഷം നമുക്ക് ഈ അരിയുടെ മൂടി തുറന്ന് നോക്കാം. അരി നല്ലോണം തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരി ഒന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് അരമുറി നാളികേരം തിരുമ്മിയത് കൂടി ചേർത്തിട്ട് വേണം ഒന്ന് അരച്ചെടുക്കാനായിട്ട്. അരി അരച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നാളികേരം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി നമ്മുടെ അപ്പത്തിന് നല്ല സോഫ്റ്റ്നെസ് കിട്ടാനായിട്ട് 2 കപ്പ് അളവില് വെളുത്ത അവിലും കൂടി ചേർക്കാം. നിങ്ങൾക്ക് അവിലിന് പകരമായിട്ട് ചോറും ചേർക്കാവുന്നതാണ്. 1 കപ്പ് അരിക്ക് 3/4 കപ്പോളം അവിലും കൂടെ ചേർക്കണം. ഇനി അരി കുതിർത്തിയ വെള്ളം കൂടെ ചേർത്ത് നല്ല വെണ്ണ പോലെ തന്നെ ഒന്ന് അരച്ച മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. മാവ് അരച്ചെടുക്കുമ്പോൾ നല്ല കട്ടിയായിട്ട് തന്നെ മാവ് അരച്ചെടുക്കണം. അതിനുശേഷം അരിയും നമുക്ക് ഇതുപോലെ തന്നെ അരച്ച് പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കാം. 3 തവണകൾ കൊണ്ടാണ് അരി നമ്മളിവിടെ അരച്ചെടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മുടെ കൈ ഉപയോഗിച്ച് നല്ല മയത്തിലൊന്ന് കുഴച്ചെടുക്കാം. നമ്മളിതിലേക്ക് സോഡാപ്പൊടി, ഈസ്റ്റ് ഒന്നും തന്നെ ചേർക്കാത്തത് കൊണ്ട് നമ്മുടെ കൈ ചൂട് കൊണ്ട് വേണം മാവൊന്ന് പൊളിച്ചു കിട്ടാനായിട്ട്. കുഴച്ചെടുക്കുന്ന സമയത്ത് വെള്ളം ആവശ്യമാണെങ്കിൽ കുറച്ച് വെള്ളം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ ഒരു വെള്ളം കുറേശ്ശെയായിട്ട് മാവിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ല കട്ടിയായിട്ട് തന്നെ നമുക്ക് മാവൊന്ന് കുഴച്ചു വെക്കാം. അങ്ങനെ നമ്മുടെ മാവ് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കുഴച്ച മാവിനെ ഒരു രാത്രി മുഴുവനും തന്നെ നമുക്ക് ഒന്ന് പൊങ്ങാനായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ മൂടി വെച്ചു കൊടുക്കാം. ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. നമ്മൾ ഈ മാവിനെ ഒന്ന് തുറന്നു നോക്കുവാണ്. നമ്മുടെ മാവ് നല്ല പോലെ തന്നെ ഫ്ലഫി ആയിട്ട് വീർത്ത് നിൽക്കുന്ന ഒരു പരുവത്തിലാണ് ആയി വന്നിട്ടുള്ളത്. ഇനി ഒരുപാട് നേരമൊന്നും മാവ് മിക്സ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഉപ്പോ മധുരമോ ആവശ്യമെങ്കിൽ കുറച്ച് ചേർക്കാം. അതുപോലെ തന്നെ 1 സ്പൂൺ അളവിലെ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്ക് അപ്പം തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് അയൺ പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി വന്നാൽ നമുക്ക് ഒന്ന് എണ്ണ പുരട്ടിയതിന് ശേഷം കുറേശ്ശെ മാവ് കോരിയൊഴിച്ച് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. നിറയെ ഹോൾസ് വന്നു തുടങ്ങിയാൽ പിന്നെ നമുക്കൊന്ന് മൂടി വെച്ചാണ് അപ്പം വേവിച്ചെടുക്കേണ്ടത്. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ അപ്പം വേവിച്ചെടുക്കാൻ സാധിക്കും. ഇതുപോലെ വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു വാഴയിലയിലേക്കാണ് അപ്പം മാറ്റേണ്ടത്. ആദ്യം അപ്പം വേവിച്ചു കഴിഞ്ഞാൽ അടുത്തത് നമുക്കിതുപോലെ തന്നെ വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ദോശ പാനിൽ വെച്ചിട്ടാണ് അപ്പം തയ്യാറാക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വെള്ളപ്പച്ചട്ടിയിൽ മാവ് കോരിയൊഴിച്ചും ഇതുപോലെ തന്നെ അപ്പം ചുട്ടെടുക്കാവുന്നതാണ്. രണ്ടാമത്തെ അപ്പവും ഇവിടെ നല്ല പോലെ തന്നെ വേവായി വന്നിട്ടുണ്ട്. ഇതും നമുക്ക് വാഴയിലയിലേക്ക് എടുത്തു മാറ്റാം. അങ്ങനെ ഈസ്റ്റും സോഡാപ്പൊടിയും ഒന്നും തന്നെ ചേർക്കാതെ പെർഫെക്റ്റ് പഞ്ഞിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുവരെ നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കണ്ട് തയ്യാറാക്കി നോക്കുക. അതുപോലെ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ ഉപകാരപ്രദമായി എന്ന് തോന്നുവാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാനും ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പർ ആകാനും മറക്കരുത് കേട്ടോ. അതുപോലെ നിങ്ങൾ ഈ വീഡിയോ കണ്ട് വീടുകൾ തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ അപ്പത്തിന്റെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്യണേ. നിങ്ങൾ ഓരോരുത്തരും എനിക്ക് തരുന്ന സപ്പോർട്ടാണ് നമ്മുടെ ഈ ഒരു വീഡിയോ മറ്റുള്ള കൂട്ടുകാരിലേക്കും എത്തപ്പെടുന്നത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെയും കണ്ടുമുട്ടാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.